Good morning. Good morning. Hey. Hello, personally. Good morning. Good morning, teacher. എങ്ങനെ മഴയൊക്കെ എങ്ങനെ അങ്ങനെ അടിച്ചു പിടിച്ച് ആസ്വദിച്ചിരിക്കുകയാണോ നമ്മള്? നമുക്ക് നമ്മുടെ എന്താ പറയാ 47th ചാപ്റ്റർ അത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 ക്ലാസ് പെൻഡിങ് നിൽക്കുകയാണ്. ഒന്നെടുത്തേക്ക് PDF ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ PDF ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓവർവ്യൂ എല്ലാവരും കയ്യിലില്ലേ? ഉണ്ട് ടീച്ചർ, ഉണ്ട്. ഒരു കണ്ടിന്യൂഷൻ എടുക്കാം അല്ലെ? നമ്മൾ അത്യാവശ്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഏതാണ്ട് അവസാന ഘട്ടങ്ങളിലാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. എന്താണെന്നുള്ളത് അത്യാവശ്യം പ്രോബ്ലം. ഓക്കെ, അപ്പോ നമ്മൾക്ക് അതിന്റെ അവസാനത്തെ സ്റ്റേജ് ആണ് അല്ലെ? നമ്മളിപ്പോ ഇനി അഡ്മിനിസ്ട്രേറ്റർ ആവുകയാണെങ്കിൽ എന്തൊക്കെയാണ്, അതായത് എന്താണ് വാട്ട് ഈസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്താണ് ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങള്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആയിരിക്കും കിട്ടുക, അങ്ങനെയെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലെ? ഇനി നമുക്ക് ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, എങ്ങനെയാകാം അല്ലെ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയായിരിക്കണം അല്ലെ? നമ്മൾ നേരത്തെ ഓരോരോ പോർഷൻസ് പഠിച്ചപ്പോഴും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോയി. ഒരു ഫ്രണ്ട് ഓഫീസ് ആണെങ്കിലും അല്ലെങ്കിൽ വാർഡിലാണെങ്കിലും എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയാണ് നല്ല ബെറ്റർ ആയിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും നമുക്ക്. Health care administrators frequently interact with the doctors, nurses, surgeons and technicians. നമുക്കറിയാം അവരെ ഫ്രീക്വന്റ്ലി നമ്മൾ എന്താ പറയാ, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു പൊസിഷനിലാണ് ഇരിക്കണമെങ്കിൽ അവര് ഫ്രീക്വന്റ്ലി എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യേണ്ടവരും, ചിലപ്പോ നഴ്സുമാരെ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് കേൾക്കാനുണ്ടാവും, നമുക്ക് അവരോടൊക്കെ പറയാനും ഉണ്ടാവും അല്ലെ? നല്ലൊരു ഹോസ്പിറ്റലിന്റെ ഒരു ഭരണം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് നല്ല ഇന്ററാക്ഷൻസ് വേണം. നമ്മുടെ ഇന്ററാക്ഷൻസ് പോലെ ഇരിക്കും എന്താ പറയുക, ബച്ചരിക്കേറ്റം എന്നൊക്കെ പറയും. നമ്മൾ നന്നായിട്ട് പെരുമാറുന്നതനുസരിച്ച് അവരും റിയാക്ട് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് ഹോസ്പിറ്റലിന് ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയും ചെയ്യും. They control the operation of healthcare organizations and seldom meet directly with the patients in the healthcare facility. അല്ലെ? ചിലപ്പോഴൊക്കെ ഈ ഫെസിലിറ്റീസ്, ഈ സൗകര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോ വല്ല സമയത്തൊക്കെ പേഷ്യന്റ് ആയിട്ടും അവരെ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവരൊക്കെ ചില സമയങ്ങളിലെല്ലാം കൺട്രോൾ, ഇന്നത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അത് ഏത് ഹോസ്പിറ്റലിൽ ഏത് മേഖലയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എവിടേക്കാണെങ്കിലും ഏത് വാർഡിൽ, ചിലപ്പോൾ വാർഡിലായിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട് ഓഫീസിലായിരിക്കാം, ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലിരിക്കുന്ന വ്യക്തികളോടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും. എവിടെയും ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് എന്തെങ്കിലും സജഷൻസ് അവരോട് നിർദ്ദേശിക്കാനും തിരിച്ച് നമുക്ക് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നതിന് നേടിയെടുക്കേണ്ടതായിട്ടും വരും. അതാണ് പറയുന്നത് സെൽഡം മീറ്റ് ഡയറക്ട്ലി വിത്ത് ദ പേഷ്യന്റ് ഇൻ ദ ഹെൽത്ത് കെയർ. ചിലപ്പോഴൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഫെസിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പേഷ്യൻസ് ആയിട്ടൊക്കെ മീറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്യൂട്ടി ഈസ് ടു ഫോം ദ പോളിസി ദാറ്റ് റൺസ് ദ ഫെസിലിറ്റി ആൻഡ് മേക്ക് ബെറ്റർ ദ പേഷ്യൻസ് എക്സ്പീരിയൻസ് അല്ലെ? നമ്മുടെ മെയിൻ ഡ്യൂട്ടി ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കാം അതൊക്കെ സ്വീകരിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി, അഡ്മിനിസ്ട്രേറ്ററിന്റെ മെയിൻ ഡ്യൂട്ടി. അപ്പൊ അതിനനുസരിച്ചുള്ള നയങ്ങൾ, ഫോം ദ പോളിസി, നയങ്ങളെല്ലാം അവര് റൺ ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നൊക്കെ അനുസരിച്ച് പേഷ്യന്റിൽ നിന്നുള്ള അറിവനുസരിച്ചാണ് പേഷ്യന്റിനോട് അവർക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അനുസരിച്ചിട്ടാണ് ഇത്തരം നയങ്ങളെല്ലാം മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കാരിയേഴ്സ് ആർ നെസസറി ടു സക്സസ്ഫുൾ ആൻഡ് എഫിഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. നല്ലൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ശരിക്കും പറഞ്ഞാൽ നല്ല ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ജോലി ആവശ്യമാണ് അല്ലെ? അദ്ദേഹം ഒരു ഓൾറൗണ്ട് ആയിട്ട് നടക്കേണ്ടതായിട്ട് കാര്യങ്ങളെല്ലാം ഏകോപിച്ച് കൊണ്ടുപോകാനും നിർദ്ദേശിക്കാനൊക്കെ ആയിട്ട് അവരുടെ ഒരു ഡ്യൂട്ടി ആവശ്യമാണ്. Owing to the continuous need for healthcare facilities from hospital to nursing homes, healthcare administration is an important firm job for those who are interested in improving health care policy.
നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ എന്താ സംഭവം, കുറെ മാറ്റങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും, ഹോസ്പിറ്റലിൽ നന്നായിട്ട് റൺ ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ അതെല്ലാം അനുസരിച്ച് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇംപ്രൂവിംഗ് ഹെൽത്ത് പോളിസീസ് നല്ല നയങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ എവിടെയും ഈ ജോബ്, അതായത് വലിയൊരു ഹോസ്പിറ്റലിലും എന്തെങ്കിലും പ്രത്യേകം അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു നീഡ് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോബ് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്. എവിടെയൊക്കെയാണ് അതിന്റെ ആ ഒരു ഇതെല്ലാം നോക്കാം. അതായത് ആ മേൽനോട്ടവും ആ മാനേജ്മെന്റും ഏതെങ്കിലൊക്കെ തലങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. താഴെ എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം, മൊത്തത്തിലെ ഒരു ഹെൽത്ത് കെയർ ഓരോ ആശുപത്രിക്ക് ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി ഒരു ജോബ് ആവശ്യമാണ് അല്ലെ. നമ്മളൊരു സ്കോപ്പ് ഉണ്ടെങ്കിലല്ലേ അതിലേക്ക് ആളെ ആവശ്യപ്പെട്ടുള്ളൂ. അപ്പൊ അതൊക്കെ എവിടെയാണെന്നാണ് ഇപ്പൊ താഴെ പറയുന്നത്. എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം ഒരു മെയിൻ ആയിട്ട് ഒരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിൽ ഇത് ആവശ്യമാണ്. സ്പെസിഫിക് ഫെസിലിറ്റീസ് സച്ച് ആസ് ഫിസിഷ്യൻസ് പ്രാക്ടീസസ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസീസ്. നമുക്കറിയാം ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വരാൻ ചാൻസ് ഉള്ളത് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ ആവശ്യമാണ്. അതേപോലെ തന്നെ ചില സ്പെഷ്യലൈസ്ഡ് പ്രാക്ടീസ് ചില സ്ഥലത്തൊക്കെ ചില എന്താ പറയണ ഒരു കാർഡിയോളജിസ്റ്റിക് അല്ലെങ്കിൽ ന്യൂറോളജി അത് മാത്രം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിരിക്കും ചിലപ്പോൾ അവിടെ ഉള്ളത്. പക്ഷെ അവിടെയും ഇങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തിനും ഇത് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് അല്ലെങ്കിൽ ആ ഒരു ജോലി ആവശ്യം വരാം. അതുപോലെ തന്നെ അതിന്റെ ഹോം ഹെൽത്ത് ഏജൻസീസ്, അതിപ്പോ നമുക്കറിയാം ഒരു ഏജൻസി ആയിട്ട് ഇപ്പോ ശരിക്കും പറഞ്ഞ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി അങ്ങനെ പല രീതിയിലൊക്കെയാണ് ഹോസ്പിറ്റൽ അറിയപ്പെടുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തും അത് ഹെൽത്ത് ഏജൻസി ആയിട്ടുള്ള ഏത് സ്ഥലത്തും ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ആവശ്യകത വരാം. നെക്സ്റ്റ് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ഓർ യൂണിറ്റ് ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കാർഡിയക് കെയർ യൂണിറ്റ്സ് നോക്കി. അത് സ്പെഷ്യലി ഇപ്പോ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും എടുത്ത് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് വന്നിരിക്കും. പക്ഷെ ഒരു വലിയ ഒരു നമുക്കറിയാം ഒരു കാർഡിയോളജിക്കൽ സെന്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഒരു മേൽനോട്ടം ആവശ്യമാണ് അല്ലെ. ഓപ്പറേഷൻ വരുന്നതിന് മുമ്പാണെങ്കിലും അവർ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്നതിനാണെങ്കിലും അതിന് എക്യുപ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനാണെങ്കിലും കുറെ ഫെസിലിറ്റീസ് മെഡിസിൻസ് എല്ലാം ചിലത് കീപ്പ് ചെയ്യാനും ചിലത് പെട്ടെന്ന് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് അയക്കാനും അല്ലെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഈ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി ആവശ്യപ്പെടാം. അതാണ് പറയുന്നത് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ഓർ യൂണിറ്റ്സ് ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയിട്ടുള്ള ആ പ്ലേസില് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഏതാണ്ട് ഈ സെയിം മീനിങ് അല്ലെ. ആൻഡ് കാർഡിയക് കെയർ യൂണിറ്റ് അതൊക്കെ ഹൃദയ സംബന്ധമായ ഒരു ആശുപത്രി അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമാണെങ്കിൽ അവിടെയെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വരാം. നെക്സ്റ്റ് സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ലൈക്ക് നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി. ഇതും അങ്ങനെ തന്നെ പറയാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് ക്ലിനിക്കൽ ഏരിയാസും നഴ്സിംഗ് അല്ലെ. ചിലപ്പോ നഴ്സിംഗുകളുടെ ഒത്തിരി നഴ്സസ് ഒക്കെ ആണ് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവരെ കോർഡിനേറ്റ് ചെയ്യാനും അവരെ തരംതിരിച്ച് വിടാനും അവരുടെ ഡ്യൂട്ടീസിന് എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നൊക്കെ അവെയർ ചെയ്ത് കൂടുതൽ നടപടികളൊക്കെ സ്വീകരിക്കാനും ഇതിനു വേണ്ടിയിട്ടും ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഡ്യൂട്ടി അവിടെയും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഫിസിക്കൽ തെറാപ്പി അങ്ങനെ വരും. ആ ഒരു ഫിസിക്കൽ തെറാപ്പി നമുക്കറിയാം ഇപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും ഫിസിഷ്യന്റെ അതേപോലെ തന്നെ ഫിസിക്കൽ തെറാപ്പിയുടെ ഒക്കെ ആവശ്യം അവര് നേരെ അങ്ങോട്ടേക്കാണ് അയക്കുന്നത് അല്ലെ. അത്തരം ഇതിലേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു കോർഡിനേഷന്റെയും ഒരു സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെയും ആവശ്യകത വരാം. അപ്പൊ അവിടെയെല്ലാം നമുക്ക് ആവശ്യമാണ്. അതിന്റെ കാർഡിയോളജി നേരത്തെ പറഞ്ഞ മാതിരി കാർഡിയോളജി എന്താണ് മെസ്സേജ് എന്ന് നോക്കി. ഇതാണ് നമ്മളെ ബാധിക്കുന്നതെല്ലാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ നോക്കാം. നെക്സ്റ്റ് അപ്പൊ നമ്മൾ ഇപ്പോ പഠിച്ചത് എന്താണ് അഡ്മിനിസ്ട്രേറ്റർ, ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, എങ്ങനെയാവാം എങ്ങനെയായിരിക്കണം. അവിടെയെല്ലാം ഒരു ജോബ് അത് ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവിടെയുണ്ട്. അപ്പൊ അവിടെയെല്ലാം ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്ററിന് ഒരു റോൾ ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ. എന്തൊക്കെ തത്വങ്ങളാണ് ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് നമുക്ക് നോക്കാം. ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി.
നിങ്ങൾ അത്യാവശ്യം ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ തന്നെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്താണെന്ന് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി കാണും അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നത്. അത് വായിക്കുമ്പോ തന്നെ എന്താ പറയുക, ഒരു മോസ്റ്റ് നമുക്കൊരു ഇഷ്ടപ്പെടാനും ആ തൊഴിലിനെ ഇഷ്ടപ്പെടാനും എന്താ ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാനും കൂടി ശ്രമിക്കുക, ഒപ്പം തന്നെ പഠിച്ചും പോവാന്നുള്ളതാണ്. അപ്പോ എങ്ങനെയാ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഹലോ, ഉണ്ട് ടീച്ചർ. ഓക്കെ. അപ്പൊ പ്രിൻസിപ്പൽസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ നോക്കാം. ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ ആയിട്ട് ദേശീയപരമായിട്ടും ഒരു ഹെൽത്ത് പോളിസിക്ക് ഇത് ആവശ്യമാണ്. ഒരു നല്ലൊരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന് എന്താ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് ആവശ്യമായ ഒന്നാണ്. സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. നല്ല നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അവെയർ ചെയ്താലാണ് നല്ല നല്ല ഡിസിഷൻസ്, നല്ല നല്ല പോളിസീസ് ഇറക്കാൻ പറ്റുള്ളൂ അല്ലെ? അത് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ക്യാരി ഔട്ട് ചെയ്തിട്ട് പഠിച്ച് ഓരോ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് അവരെ രൂപീകരിക്കാൻ സാധിക്കും. എന്താ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി, നല്ല നല്ല നയങ്ങൾ രൂപീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കും. There should be integration of preventive and curative services at all administrative level. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താ പറയുക, രോഗങ്ങളാണ് നമ്മളുടെ മെയിൻ ആയിട്ട്. ഹോസ്പിറ്റലിൽ എപ്പോഴും രോഗികളാണ് അല്ലെ? അവരെ രോഗം വരാതെ നിയന്ത്രിക്കുക, അതേമാതിരി തന്നെ എന്താ പറയുക രോഗശമനം വരുത്തുക അല്ലെ? നമുക്ക് പകർച്ചവ്യാധി വരെയാണ്, അത് എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ എത്രത്തോളം രോഗങ്ങള് ഇനി പടരാതെ നിയന്ത്രിക്കാൻ പറ്റുന്നതോടൊപ്പം തന്നെ അത് എന്താ പറയുക ഉന്മൂലനം ചെയ്യാനായിട്ട്, ശമിച്ചു പോവാനായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിന് നല്ലൊരു റോൾ ഉണ്ട്. There should be integration, അവരെ കൂട്ടിയിണപ്പിക്കുന്നു ഓഫ് പ്രിവെന്റീവ് ആൻഡ് curative സർവീസസ് അറ്റ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ. അതാണ് പറയുന്നത്, തടയുകയും ഒപ്പം തന്നെ നമ്മുടെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുന്ന സർവീസസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നടക്കുന്നത്. There should be centralized directions and decentralized actions. നമുക്കറിയാം കേന്ദ്രത്തില് അല്ലെ, നമ്മള് ചില സഭകളിൽ മന്ത്രിസഭകളിൽ പോലും എന്താണ് രോഗങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ കൂടും അല്ലെ? ഡോക്ടേഴ്സിനൊക്കെ വിളിച്ചിട്ട് മീറ്റിംഗ് ഒക്കെ കൂടും. അപ്പൊ അതിനനുസരിച്ച് ഡിസിഷൻസ് ഒക്കെ അവർ ഫോർവേഡ് ചെയ്യും അല്ലെ? അപ്പൊ ഒരു ഡയറക്ഷൻ, ഒരു സെൻട്രലൈസേഷൻ ആയിട്ടുള്ള ഡയറക്ഷൻ, ഡീസെൻട്രലൈസേഷൻ, അതനുസരിച്ച് ഒരു ഡീസെൻട്രലൈസേഷൻ, അതായത് കേന്ദ്രീകരണവും വികേന്ദ്രീകരണം അല്ലെ? നമ്മുടെ മുകളിലേക്ക് കൊടുത്ത് ഒരു തീരുമാനങ്ങളെല്ലാം നടപ്പാക്കി ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തട്ടുകളിലേക്ക് പോളിസീസ് ഒക്കെ അല്ലെങ്കിൽ ഡിസിഷൻസ് ഒക്കെ താഴെ തട്ടിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു മെയിൻ റോള് അഡ്മിനിസ്ട്രേറ്ററിന് ചെയ്യാൻ സാധിക്കും. അഡ്മിനിസ്ട്രേറ്ററിനാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ there should be centralized directions and decentralized actions. നല്ല ഡയറക്ഷൻസ് കൊടുക്കാനും അതേപോലെ തന്നെ താഴെ തട്ടിലേക്ക് നല്ല ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. ഇനി ഹോസ്പിറ്റലിൽ ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന അല്ലെ, അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തികളെ അറിയിക്കുകയും അതിൽ നിന്നും തീരുമാനങ്ങളൊക്കെ എടുത്ത് താഴെ തട്ടിലുള്ളവരേക്ക് ആക്ട്, അതായത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതും ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. Planned health programs should be based on a priority and must meet the health requirements of people. Okay, planned health, നമ്മള് എപ്പോഴും ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ആരോഗ്യമാണ് പ്രധാനം അല്ലെ? ഒരു ഹെൽത്ത് പ്രോഗ്രാംസ് ഷുഡ് ബി ബേസ്ഡ് പ്രയോറിറ്റി. എന്തിനാണ്? ഇപ്പൊ മഴ സീസൺ ആണ് തന്നെ, അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക? കൂടുതലായിട്ടും പകർച്ചവ്യാധികൾ എന്താ പറയാ, ഇപ്പൊ കൊതുക എന്താ പറയാ, മറ്റു പകർച്ച കൊണ്ടുവരുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉന്മൂലനം ചെയ്യുന്നതിനൊക്കെ പ്രത്യേകം നമ്മൾ എന്തെങ്കിലും ക്ലാസ്, അതിനൊക്കെ പ്രത്യേകം ആൾക്കാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കും. ഇതെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളിൽ നിന്നാണ് നടക്കുന്നത്. പ്ലാൻഡ് ഹെൽത്ത് പ്രോഗ്രാംസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് പീപ്പിൾ. ജനങ്ങളിൽ അത് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അല്ലെ? ഒരു മീറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ സംഘടിപ്പിക്കുന്നു അല്ലെ? മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നു, പൊതുജനങ്ങൾക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങളൊക്കെ നടപ്പാക്കാം. In basic health services available, accessible and acceptable to the people. അതായത് ഇതന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ് എന്തെങ്കിലും സർവീസസ് അല്ലെ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ഹോസ്പിറ്റലുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. എന്താ ഷുഗർ നോക്കുന്ന അല്ലെങ്കിൽ നേത്ര ചികിത്സ, സൗജന്യ നേത്ര ചികിത്സ ഒക്കെ നടത്തും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട റോള് ആർക്കുണ്ട്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലിരിക്കുന്ന വ്യക്തിക്ക് ഉണ്ട്.
അതാണ് പറയുന്നത് കോംപ്രഹെൻസീവ് ഹെൽത്ത് സർവീസസ് അവൈലബിൾ accessible ആൻഡ് acceptable ടു ദ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അല്ലെ. പിന്നെ അവർക്ക് അതിനുള്ള accessible എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള അവബോധം നല്ല എന്താ പറയണ ഇന്ന ഇതുകൊണ്ടാണ് രോഗങ്ങൾ വരുന്നത് എന്നൊക്കെ ശരിക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അപ്പോ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാനാണ് അഡ്മിനിസ്ട്രേറ്റീവിനെ കൊണ്ട് സാധിക്കും. Then health consciousness should be encouraged through health education and by providing opportunities for participation of people in the health programs. അതേമാതിരി തന്നെ എന്താണ് എപ്പോഴും നമ്മൾ എന്താ പറയുക ന്യൂ അല്ലെ ഇപ്പോഴത്തെ കാലത്ത് ന്യൂ ആയിട്ട് എന്തൊക്കെ കൂടുതൽ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നു അതനുസരിച്ചുള്ള നോളജ് സമ്പാദിക്കാൻ നോക്കണം. അപ്പൊ അല്ല ഹെൽത്ത് കോൺഷ്യസ് ഷുഡ് ബി എൻകറേജ്ഡ് ദോ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് അതിനുമായി ആ ഒരു സാമൂഹിക ഓപ്പർച്യൂണിറ്റീസ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ജനങ്ങളിൽ നിന്നും കൂടി നമ്മൾ എന്താ പറയുന്ന കാര്യങ്ങളെല്ലാം അവെയർ ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ജനങ്ങൾക്ക് കൂടി പബ്ലിക്കിനും കൂടി പീപ്പിൾസിനൊക്കെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളെല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവിന് സാധിക്കും. The next, doctors have to be trained to act as a social physicians as well as to promote healthy living of people. നമ്മൾ എപ്പോഴും പറയാം നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ചികിത്സ നമുക്ക് നൽകുന്നത് ആരാ? ഡോക്ടേഴ്സ് ആണ് അല്ലെ. വിദഗ്ധ ചികിത്സയെല്ലാം പ്രദാനം ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അവർക്ക് എപ്പോഴും എന്താണ് ട്രെയിനിങ് ആവശ്യമാണ്. അപ്പൊ ചില സമയങ്ങളിലൊക്കെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അത് അവരെ അറിയിക്കുകയും അവർക്ക് അതിനുള്ള സംഘടനാ തലത്തില് എന്തെങ്കിലും ട്രെയിനിങ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു അല്ലെ. ഡോക്ടേഴ്സ് ഹാവ് ടു ട്രെയിൻ ടു ആക്ട് ആസ് സോഷ്യൽ ഫിസിഷ്യൻസ് ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് പീപ്പിൾ. ജനങ്ങളുടെ ഹെൽത്ത് ആരോഗ്യം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഡോക്ടേഴ്സിനും ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നു. Then nursing personnel and other associated health personnel should provide a community oriented education. നമുക്കറിയാം എല്ലാവർക്കും അല്ലെ. നമ്മൾ ഏതൊരു സ്ഥാപനത്തിന് നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കും അല്ലെ. ഇപ്പൊ നമുക്കറിയാം ടീച്ചേഴ്സിനാണെങ്കിലും അത് നഴ്സുമാരാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും അവർക്ക് അതെല്ലാം പ്രൊവൈഡ് ഇടയ്ക്കിടയ്ക്ക് അതിനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കും. അതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ആണ് അത് പ്രധാനമായിട്ടും ആ റോളൊക്കെ നടത്തുന്നത്. പിന്നെ new categories of health personnel are provided training to provide a proper service to people. അതേമാതിരി തന്നെ പുതിയ കാറ്റഗറീസ് ഉള്ള പേഴ്സൺസ് ഏതാണെങ്കിലും ഒരു ഹോസ്പിറ്റലാവുമ്പോ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുമല്ലേ. അപ്പൊ ഓരോ കാറ്റഗറിയിലും ഉള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കണം. ഈ ട്രെയിനിങ് കൊടുക്കാനായിട്ട് മോസ്റ്റ് ആയിട്ടും അത് കോർഡിനേറ്റ് ചെയ്യുന്നതും അത് കൈകാര്യം ചെയ്യുന്നതെല്ലാം ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ അത് ഏതൊക്കെ സൗകര്യമാണ് ആർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് വരാനുള്ള കാര്യം എങ്ങനെയൊക്കെ രീതിയിൽ ഉണ്ടാക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള ആളാണ്. അപ്പൊ അത്തരം ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. Then all the system of medicine should be promoted to provide a decent health care to people. അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോ മെഡിസിൻ നമുക്ക് എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പോ എന്താ പറയാ ഡോക്ടേഴ്സ് നഴ്സസ് അല്ലെങ്കിൽ മറ്റ് വർക്കേഴ്സ് മാത്രമല്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ മെഡിസിൻസ് ഒക്കെ ആവശ്യമാണ്. അപ്പൊ ഓൾ ദ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഷുഡ് ബി പ്രൊമോട്ടഡ് ടു പ്രൊവൈഡ് എ ഡീസന്റ് ഹെൽത്ത് കെയർ പീപ്പിൾ. ജനങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനനുസരിച്ചുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യണം. യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് അറ്റ് ദ വില്ലേജ് ലെവല്. ഇപ്പൊ നമുക്കറിയാം ചില സ്ഥലങ്ങളിലെല്ലാം ചില ഗ്രാമങ്ങളിലെല്ലാം ഇതൊന്നും എന്താ പറയാ എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല ചില കാര്യങ്ങൾ. അതേസമയം ടൗൺ ഏരിയകളിലൊക്കെ എന്താ പറയാ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ധാരാളം ഉണ്ടാവും. പക്ഷെ ലോക്കൽ ആയിട്ടുള്ള ഏരിയകളിലൊന്നും ഇത്തരം ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട അവർക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള ഒരു രീതിയിൽ യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ. അവർക്ക് ആവശ്യമായ എന്താ പറയുക മാർഗങ്ങളെല്ലാം എന്തെങ്കിലും രീതിയിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ആ ഗ്രാമങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും ഫെസിലിറ്റീസ് അനുവദിക്കൂലേ എന്ന് പറഞ്ഞ മാത്രമേ അത്തരം കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതെല്ലാം ഈ administrator utilize community resources and promote a local participation in a health programs at the village level.
നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂട്ടിലൈസ് എന്ന് പറഞ്ഞാൽ ഉപയോഗപ്രദമാക്കുക. കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ സ്ഥലങ്ങളിലുള്ള ആ വിഭവങ്ങളെല്ലാം ഉപയോഗപ്രദമാക്കിയിട്ട് വില്ലേജ് ലെവലിലെല്ലാം ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുക അല്ലെ. ചിലപ്പോൾ ഹോസ്പിറ്റലിന് മാത്രമല്ല അവിടെ പോയി എന്തെങ്കിലും ഫെസിലിറ്റീസ് അനുവദിക്കാൻ പറ്റുക, അവർക്ക് മാത്രം പണം കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും വേറെ രീതിയിലുള്ള എന്തെങ്കിലും പ്രോഗ്രാംസിൽ നിന്ന് കുറച്ച് ഫിനാൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയുക ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട അവരോട് കൂടി ചേർന്നുകൊണ്ട് ഹോസ്പിറ്റലും കൂടി ചേർന്നുകൊണ്ട് അവർക്കൊരു ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലെ, ലോക്കൽ ഏരിയകളിലൊക്കെ. അപ്പൊ അതെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ് അതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നത്. There should be provision for the staff development program. അതുമാതിരി തന്നെ സ്റ്റാഫിന്റെ ഡെവലപ്മെന്റ്, അവിടെ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തികളുടെയും ഡെവലപ്മെന്റ്, വികസനം എന്ന് പറയുന്നത് എന്താ പറയുക, ചിലപ്പോൾ അതിന് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം അവരുടെ കരിയർ അല്ലെ, അവരുടെ ജോലി ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ഒക്കെ നടത്താനായിട്ട് അഡ്മിനിസ്ട്രേഷനെ കൊണ്ട് സാധിക്കും. ഇതെല്ലാം വെച്ചിട്ടായിരിക്കണം അഡ്മിനിസ്ട്രേറ്റർ തന്റെ ഡ്യൂട്ടി അല്ലെ, തന്റെ ജോലി നിർവഹിക്കേണ്ടത്. പ്രിൻസിപ്പൽസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ, ഈ തത്വങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കണം അല്ലെ. ജനങ്ങളോട് ബാധ്യത ഉണ്ടായിരിക്കണം, സ്റ്റാഫിനോട് ഒരു ഇതുണ്ടായിരിക്കണം, അതേമാതിരി എന്താ പറയുക സമൂഹത്തിനോട് ഒരു ഇതുണ്ടായിരിക്കണം. ഒരു വില്ലേജ് ആണെങ്കിലും അവർക്ക് പ്രൊവൈഡ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം മനസ്സിലുണ്ടായിരിക്കണം. അത്തരത്തിലുള്ള തത്വങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ തന്റെ ജോലി നിർവഹിക്കാൻ. ഓക്കെയാണോ? എത്ര സ്പീഡിലാണോ പോണത്? അത് ഓരോരോ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ, ഓക്കെയാണോ? വായിച്ചു നോക്കണോ? ആരെങ്കിലും ഒന്ന് ഇതുവരെ എന്തെങ്കിലും കിട്ടിയോന്ന് അറിയട്ടെ. പ്രിൻസിപ്പൽസ് എന്തെങ്കിലും ഒന്ന് പറയാമോ? ഹലോ, ഒന്ന് വായിച്ചു പറഞ്ഞാലും മതി. എല്ലാവരും സൈലന്റ് ആണ്. അങ്ങനെ ചോദിക്കാതിനോടാ സൈലന്റ് ആയത്. നിങ്ങക്ക് മനസ്സിലായോ ഞാൻ എടുത്തത്? ഹലോ, മനസ്സിലായി മിസ്സേ. മനസ്സിലായി. ഇപ്പൊ തന്നെ പറയാൻ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുന്നല്ലേ, ഞങ്ങൾ വായിച്ചും കൂടി നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെയാണ്, എനിക്ക് മനസ്സിലാവും, കാരണം ഞാൻ തന്നെ വായിച്ച് സ്പീഡിൽ തന്നെ പോണത്. എനിവേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം, കാരണം നിങ്ങളുടെ ക്ലാസ് സ്പീഡിലാവണം എന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഒത്തിരി സ്പീഡിൽ ഞാൻ എടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ശരിക്കും എന്തായാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് വരുമ്പോൾ മൊത്തത്തിൽ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് നിങ്ങൾ പഠിച്ചത്. ഇനി അത് ചിലപ്പോ നമ്മൾ പറഞ്ഞ ചില ഡ്യൂട്ടികളായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിൽ ഏത് റേഞ്ചിലുള്ള ഡ്യൂട്ടിയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒരു പൊസിഷനാണ്. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിൽ വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം അല്ലെ. വലിയ കുഴപ്പമില്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒബ്ജക്റ്റീവ്സ് നോക്കാം. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. എന്തിനാണ് ആ ഒരു പോസ്റ്റ് അല്ലെ, നമ്മൾ സാധാരണ പറഞ്ഞു ഇങ്ങനെ ഒരു പോസ്റ്റ് ഒക്കെ ഇവിടെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ സാധ്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന സ്ഥലങ്ങളിലൊക്കെ അതിന് ചാൻസ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവുള്ളൂ. ആ പോസ്റ്റ് അവർ വെച്ചേക്കുന്നതിനെ ഉള്ള പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അതെന്തൊക്കെയാന്ന് നോക്കാം. ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. അവര് പ്രധാനമായിട്ടും ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊമോട്ട് അവയർനെസ്, എല്ലാ തരത്തിലുള്ള ജനങ്ങള് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. അത് എന്താ പറയുക, അപ്പർ സ്റ്റേറ്റിലുള്ളതാണെങ്കിലും മിഡിൽ സ്റ്റേറ്റിലാണെങ്കിലും പ്യുവർ ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിലും എല്ലാ പേഴ്സൺസിനും ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുക, ഹെൽത്ത് പ്രദാനം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന ഒരു പൊസിഷൻ വേണ്ടത്. ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. എന്താ പറയുന്നത്, എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ അതെല്ലാം എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിലുള്ള എല്ലാ ഫങ്ഷൻസിനെയും വളർത്തിക്കൊണ്ടുവരിക, അത് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് അല്ലേ. അവിടെയുള്ള ഫങ്ഷണറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ തരത്തിലുള്ള വ്യക്തികൾക്കും
അവയർനെസ് കൊടുക്കുക, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിയിലേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഡ്യൂട്ടികളെ കുറിച്ചൊക്കെയാണ് അഡ്മിനിസ്ട്രേഷനിൽ കൂടുതൽ നമ്മൾ പഠിക്കുന്നത് അല്ലെ. അത് പഠിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക്, ആ ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇന്നിലെ ഡ്യൂട്ടിയാണ് നിങ്ങൾ അത് ചെയ്യണം എന്ന് ഇൻസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്ററിനാണ് ഉണ്ടായിരിക്കുക. അപ്പൊ ആ അവയർനെസ് പറഞ്ഞു കൊടുക്കുക. ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ടു മേക്ക് എ ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. അല്ലെ, ഇപ്പോ ഈ എന്താ പറയുക, ഈ കാലഘട്ടത്തില് പല രീതിയിലും നമുക്ക് എങ്ങനെയെങ്കിലും ഹെൽത്ത് ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളെല്ലാം സ്വീകരിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ വേണ്ടിയിട്ട് ആ ഒരു ഹെൽത്ത് കെയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റിസർച്ചോ എന്ത് ഗവേഷണമാണെങ്കിലും മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിലും അത് എഫക്റ്റീവായിട്ട് ഒരു ഹോസ്പിറ്റലിൽ റൺ ചെയ്യാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് വരാനായിട്ട്, അപ്പോ എപ്പോഴും ഹെൽത്ത് കെയർ മസ്റ്റ് ആണ് അല്ലെ. എപ്പോഴും ഒരു ആരോഗ്യ സംരക്ഷണം വർദ്ധിപ്പിക്കുക ആ ഒരു ഡ്യൂട്ടി മസ്റ്റ് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ചുകളും ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്, അതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ അവിടെ അവരെ നിയമിക്കുന്നത്. നെക്സ്റ്റ്, ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. പറയുകയാണ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ്. എപ്പോഴും ഞാൻ മറ്റൊരു ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വിചാരിക്കണം നമ്മുടെ ഹോസ്പിറ്റൽ മറ്റൊരു ഹോസ്പിറ്റലിനേക്കാളും ക്വാളിറ്റി ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആവാൻ വേണ്ടിയിട്ടുള്ള സേവനങ്ങളും മറ്റ് എന്ത് സംഭവങ്ങളും നമ്മുടെ ഫെസിലിറ്റി ചെയ്യുന്നുണ്ട്, ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അത്തരത്തിലുള്ള പൊസിഷന് വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്ററിനെ അവിടെ നിയമത്തിനാക്കുന്നത്. നെക്സ്റ്റ്, ടു എൻകറേജ് മീറ്റിംഗ് ഫോർ എക്സ്ചേഞ്ച്. കിട്ടുന്നില്ലേ? നിങ്ങള് നോക്കി പോവുക. ഇത് എന്താ പറയണേ, എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഇത് ഡിപ്പാർട്ട്മെന്റ് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ എല്ലാ വ്യക്തികൾക്കും എന്തൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ഉണ്ടെന്ന് കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. തന്നെ അവരുടെ മറ്റുള്ള ഫെസിലിറ്റീസ്, ഈ ഫെസിലിറ്റീസ് എന്തൊക്കെ വളർത്തിക്കൊണ്ടുവരണമെന്നുള്ള റിസർച്ച് ഒക്കെ നടത്താനായിട്ടും അതിനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ ഇവര് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. എൻകറേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരിക. എന്താ, ഹൈ ക്വാളിറ്റി സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മറ്റുള്ള ജനങ്ങൾക്കൊക്കെ നല്ല കമ്മ്യൂണിറ്റീസ് എല്ലാവർക്കും തന്നെ നല്ല സംരക്ഷണമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുക എന്നുള്ളതിന് ആവശ്യമായ ഘടകങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായിരിക്കും ഇവരുടെ ലക്ഷ്യം എന്നുള്ളത്. നെക്സ്റ്റ്, ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻസ് എമംഗ് health and hospital planners, academicians, administrators, different statutory bodies, and the public for the improvement of a hospital and the healthcare delivery system. ഒക്കെ ടു എൻകറേജ് അവര് വീണ്ടും പ്രാധാന്യം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനേഴ്സ്, അത് എന്തെങ്കിലും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ അല്ലെങ്കിൽ അക്കാദമിക്സ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള ഡിഫറെന്റ് ഉള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന് നമുക്കറിയാം ഓരോ ഇതിലും മേലെ തരത്തില് കുറെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ടാവും, താഴെ തരത്തിൽ സബോർഡിനേറ്റിന്റെ കുറെ ആൾക്കാരുകളുണ്ടാവും. അപ്പൊ ഇവിടെ എല്ലാം ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും ഡെലിവറി സിസ്റ്റത്തിലെല്ലാം എന്തെങ്കിലും മാറ്റങ്ങൾ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഏതെങ്കിലും തരത്തില് മീൻസ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാവാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്ലാനിങ് ചെയ്തപ്പോഴുള്ള മാറ്റങ്ങൾ വരുത്താം, ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ബോഡീസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൽ ചിലപ്പോൾ കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് വേണ്ടി വരാം, അല്ലെങ്കിൽ ചിലർക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും നന്നായിട്ട് പോണെങ്കിൽ. അങ്ങനെ ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും അതനുസരിച്ചുള്ള മീറ്റിങ്ങുകളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് എൻകറേജിങ് മീറ്റിംഗ് അവരെല്ലാം ഇത് ചെയ്യുന്നതിന് നല്ല നല്ല ഐഡിയാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായ മീറ്റിങ്ങുകളെല്ലാം കണ്ടക്ട് ചെയ്യാനായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്ററിന് ഡ്യൂട്ടി ഉണ്ട് അല്ലെ. അതൊരു ഒബ്ജക്റ്റീവാണ്, അതൊരു ലക്ഷ്യമാണ്, അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകണം അല്ലെ. ഇങ്ങനെ എന്തെങ്കിലും ബ്രേക്കുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ അത് മൊത്തത്തിൽ ബാധിക്കും. അപ്പൊ എവിടെയെങ്കിലൊക്കെ അങ്ങനത്തെ ആവശ്യകതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് കേട്ടോ. അപ്പോ അതിൽ പ്രധാനമായിട്ട് എപ്പോഴും ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പാണ് അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും നല്ല എന്താ പറയുക മറ്റു ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള
അല്ലെങ്കിൽ ജനങ്ങൾക്കും അത് നല്ല ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക നാഷണാലിറ്റിക്ക് പൊതുവെ രാജ്യത്തിന് ലഭിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ലക്ഷ്യമാണ് ശരിക്കും ഇവിടെ കൊടുക്കുന്നത്. To evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institutions to increase the quality of the healthcare in the community. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഇതിലൊക്കെ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു, എന്താണ് ജോബുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഒക്കെ പഠിച്ചു, എന്താണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, അതെങ്ങനെ ആക്ച്വലി കൃത്യമായിട്ടുള്ള പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ നോക്കാം, എന്നിട്ട് അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പൊ അതിന് പിന്നെ എന്തൊക്കെയാണ് ഫിക്സ് എന്ന് നോക്കിയിട്ട് അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ നടപടി സ്വീകരിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ഇതിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ആ ഒരു രീതിയാണ് ഇവിടെ നോക്കുന്നത്. ടു evaluate norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institutions. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്താണ് അതിന്റെ ഇപ്പൊ എന്താണ് സ്റ്റേജ്, നമ്മൾ ചെയ്ത അല്ലെങ്കിൽ ഡിസിഷൻ എടുത്ത അനുസരിച്ചുള്ള മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന അനുസരിച്ചുള്ള രീതിയിലാണോ പോകുന്നത്, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടോ എന്നൊക്കെ ഒരു ഇവാലുവേഷൻ ചെയ്യുന്നു. To increase the quality of health care in the community. ജനങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കൊടുക്കുന്ന രീതിയിൽ നല്ല ഗുണമേന്മയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് കൈകാര്യം ചെയ്യുക, അതായത് മനസ്സിലാക്കിയെടുക്കുക. Then to provide opportunities for training and research in all sides of the hospital services, healthcare delivery system and healthcare administration. അപ്പൊ ഇവിടെ വീണ്ടും ഇത് തന്നെ പറയുന്നത് നല്ല സാഹചര്യം ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പുവരുത്തുക. എന്താ നല്ല ട്രെയിനിങ് അല്ലെങ്കിൽ നല്ല റിസർച്ച് ഒക്കെ ഈ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും റിസർച്ചുകളെല്ലാം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള അഡ്മിനിസ്ട്രേഷനാണ് ഭരണമാണ് ഇവിടെ നടപ്പാക്കുന്നതെന്ന് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ടു renovate the knowledge and skill of the hospital and hospital administrators and other personnel included in the management of a healthcare organization by way of continuous education and research. നമ്മളിതിൽ മെയിൻ ആയിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോ വ്യക്തികളുടെ കുറിച്ചും, അതായത് ഓരോ തലങ്ങളിലേക്ക്, ഇപ്പോ ഡോക്ടേഴ്സ് അതിൽ ജോലി ചെയ്യുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അതിന് ഓരോരോ തലങ്ങളിൽ വർക്ക് ചെയ്യുന്നവര്, ഇതിന്റെയൊക്കെ റിസർച്ചും പഠനങ്ങളും ഇതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പൊ എപ്പോഴും അവരുടെ അറിവ് വർദ്ധിപ്പിക്കുക, നോളജ് വർദ്ധിപ്പിക്കുക, സ്കിൽ ഓഫ് ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക. ആൻഡ് അതർ പേഴ്സണലി ഇൻക്ലൂഡഡ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് ഓർഗനൈസേഷൻ ബൈ വേ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ. അവർക്കിപ്പോ നമ്മളെപ്പോഴും നമ്മൾ പറയില്ലേ, എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിലനിന്ന് പോകണമെങ്കിൽ എപ്പോഴും എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെ, ഇന്നോവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എപ്പോഴും ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ഇങ്ങനെ വാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പഠനത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് അത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. അത് തന്നെയാ പറയുന്നത്, അവരുടെ കഴിവുകളും നോളജും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമുള്ള കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻസും റിസർച്ചുകളൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ടു എൻകറേജ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതായത് എപ്പോഴും ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. To encourage and grant recognition to research in the field of health and hospital management and to accord awards, scholarship and assistance in other suitable forms of deserving individual and institutions. ഇപ്പൊ നമ്മൾക്കറിയാം, എവിടെയും നമുക്കൊരു ബെറ്റർ സിറ്റുവേഷൻ ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എപ്പോഴും അല്ലെങ്കിൽ സാലറി കൂട്ടിത്തരും, അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ കൊടുക്കും അല്ലെ, സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ട അവർക്ക് കൂടുതൽ സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ച് കൂടുതൽ ആ ഒരു സ്ഥാപനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് അല്ലെ, ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു കരിയർ, അവരുടെ ആ ഒരു പേര് കൂടി നേടിയെടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ അത്തരത്തിലുള്ള അവാർഡ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, സ്കോളർഷിപ്പുകളൊക്കെ വേറെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. എപ്പോഴും ആ ഹോസ്പിറ്റലിന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് അതിനനുസരിച്ചുള്ള അവാർഡുകൾ, ഇൻഡിവിജ്വൽസ് ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും
എന്തെങ്കിലും അവാർഡുകൾ കൊടുക്കുക, സ്കോളർഷിപ്പുകൾ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരുടെ ആ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടു ഫങ്ഷൻ ആസ് advisory consultative body in the best interest of our community and country to central and state governments, public sector undertakings, healthcare deliveries organization, public health and health system development, teaching and training organization, and any other health related associated organization when needed to emerge or service are demand for. വലിയ സംഭവം തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ എന്തെങ്കിലൊക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ കൺട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഭരണതലത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലെ ഒരു ഫങ്ഷൻ അഡ്വൈസറി കൺസൾട്ടൻസി ബോഡി എന്താ ബെസ്റ്റ് ഒരു ചില സമയങ്ങളിലെല്ലാം ചിലപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലെല്ലാം നമ്മൾ പറയില്ലേ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത്, ഇതിനെല്ലാം ഒരു എന്ത് ആണെങ്കിലും അതിനെല്ലാം എന്താണ് വെൻ നീഡഡ് ടു എമർജ് ഓർ സർവീസ് ആർ ഡിമാൻഡ് ഫോർ, നമ്മുടെ സർവീസും അതായത് ആ ഹോസ്പിറ്റലിന്റെ സർവീസും എന്തെങ്കിലും ഒരു കാര്യങ്ങളും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സേവനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൈകാര്യം ചെയ്ത് അതിന്റെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാനായിട്ടൊക്കെ ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ ഓരോ ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പൊ പെട്ടെന്ന് ഹൃദയം നമ്മൾ എന്താ പറയാ പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും മന്ത്രിമാര് എന്തെങ്കിലും പ്രത്യേക ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കാണ് അത് ബന്ധപ്പെടണമെങ്കിൽ അവരുമായിട്ടുള്ള കുറെ കോണ്ടാക്റ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും അല്ലെ. സെൻട്രൽ ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറുകളൊക്കെ ആയിട്ട് നമുക്കൊരു കോണ്ടാക്ട് കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ എന്താ പറയണേ നല്ല ഒരു ഹോസ്പിറ്റലിന് അഭിമാനിക്കാനുള്ള വകുപ്പുണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ വെന്നീട് എപ്പോഴാണ് ആവശ്യം വരുന്നത്, എമർജ് ഒരു സർവീസ് എപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടിയോജിപ്പിച്ച് എന്തെങ്കിലും സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോഴെല്ലാം ഈ അഡ്വൈസറി അഡ്മിനിസ്ട്രേറ്ററിന്റെ പവറിലുള്ള വ്യക്തി അത് മാനേജ് ചെയ്യണം. അതൊരു ലക്ഷ്യമായിരിക്കണം. അങ്ങനെ വരും, അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊരു ലക്ഷ്യം തന്നെയാണ്. ഹോസ്പിറ്റലിന്റെ ഒരു മെയിൻ ഗോളാണ് അതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പബ്ലിസിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഒരു ഗോളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് തന്നെ to help to prepare soaps, manuals, literatures and books on healthcare management, quality and accreditation, healthcare technology, healthcare industry related subject, textbook for health management courses for benefit of the student and faculty, hospital and healthcare organization and academic institutions. അപ്പോ ഇത് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ നമ്മളുടെ ഹോസ്പിറ്റലിന്റെ ഇതുപോലെ ഇരിക്കുമല്ലോ. ഒരു വലിയ ഹോസ്പിറ്റല് അല്ലെങ്കിൽ റിസർച്ച് ഒക്കെ നടത്തുന്ന ഹോസ്പിറ്റല് അല്ലെങ്കിൽ എന്താ പറയുക പബ്ലിക് ആയിട്ടുള്ള ഗവൺമെന്റുമായിട്ട് വലിയ ഹോസ്പിറ്റല് ഇതുമാതിരി തന്നെ വേറൊരു സെക്ഷൻ വന്നതാണ് ഇത് എന്താ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മളിപ്പോ ചിലപ്പോ എന്തെങ്കിലും കോഴ്സിനൊക്കെ അല്ലെ നഴ്സിംഗ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ പഠിക്കാൻ പോകുന്നവരോടൊപ്പം തന്നെ അവർ ഇന്റേൺഷിപ്പ് ഒക്കെ എടുക്കുന്നത് ചില ഹോസ്പിറ്റലിലായിരിക്കും. അപ്പൊ അവരതിൽ നിന്നും കുറെ ആ ഹോസ്പിറ്റലിൽ കുറെ കാര്യങ്ങളുണ്ട്. അവർക്ക് പഠിക്കാനുള്ള ബുക്സ് അല്ലെങ്കിൽ അവർക്ക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങള് എന്തെങ്കിലും എന്താ പറയുക ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സബ്ജക്ട്സുകളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഉറപ്പ് ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസ്, ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അതൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ കൊണ്ടുവന്ന് അല്ലെ പോസ്റ്റ് ചെയ്യാം. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ഒക്കെ ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യം ഉണ്ടാകാം. Then to tackle professional consultancy in the field of health system management, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and services for overall improvement of the facilities.
നമ്മളങ്ങനെ എപ്പോഴും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവൈഡറിൽ ഒരേ ഡ്യൂട്ടി ആയിരിക്കില്ല കേട്ടോ. അത് നമ്മൾക്ക് വ്യത്യസ്തമായിരിക്കും. ഒരു ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾക്ക് ആ രീതിയിലുള്ള ഒരു ജോബ് വരുമ്പോഴേ അറിയുള്ളൂ അല്ലെ. ചിലപ്പോ ചില നമ്മൾ പറയുന്ന നിയറസ്റ്റ് പ്ലേസിൽ നമുക്കൊരു എന്താ പറയുക ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കാനുള്ള ഡ്യൂട്ടിയാണ് കിട്ടണമെങ്കിൽ എന്താ അത് ഫ്രണ്ട് ഓഫീസുമായി ഡ്യൂട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും വേറെ ചെയ്തത്. അതേസമയം ഇതിപ്പോ ഒരു വലിയ ഹോസ്പിറ്റലാണ്. ആ വലിയ ഹോസ്പിറ്റലിലെ ഇന്ന തരത്തിലുള്ള ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ പോസ്റ്റ്. അത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലിറ്ററേച്ചറും കുറെ സംഭവങ്ങളും ബുക്സും സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഉള്ളതാണെങ്കിൽ ആ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടായിരിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള റണ്ണിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളുടെ ഡ്യൂട്ടി അല്ലെ. മൊത്തത്തിൽ നല്ല ബെറ്റർ ആയിട്ട് റൺ ചെയ്യാനായിട്ട് നല്ല ടൈം ടു ടൈമിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ അത് ഏത് ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്, നമ്മളുടെ ലക്ഷ്യം. അതായത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി മാത്രമേ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുള്ളൂ. പക്ഷെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ നമ്മളോട് പറയുന്നത്. അത് ഏത് വ്യത്യസ്തമായിരിക്കാം, ഓരോ ഹോസ്പിറ്റലില് വ്യത്യസ്തമായിരിക്കാം. പക്ഷെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ പോസ്റ്റ് ചെയ്യുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അത് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ എന്താ പറയുക മനസ്സിലാക്കി പോകുന്നത്. അത് ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് എല്ലാ ഡ്യൂട്ടീസും കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരില്ല. പക്ഷെ ആ ജോബുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് ആയിരിക്കും മെയിൻ ആയിട്ട് നമുക്ക് ഉണ്ടാവുക. ദെൻ അപ്പോ നമ്മൾ എവിടെ വരെ നടത്തി ഇവിടെ എന്താല്ലേ ടു ഹെൽപ്പ് പ്രിപ്പയർ അല്ലെ മാനുവൽ രജിസ്റ്റർ പറഞ്ഞു. പിന്നെ ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ക്വാളിറ്റി അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം ഇവിടെയാണ് പറഞ്ഞു തുടങ്ങിയത്. അതായത് മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ പോകുന്നത്. അതായത് നമുക്കറിയാലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു കുറച്ച് പേഷ്യൻസ് ഒക്കെ കേരളത്തിൽ വന്ന് ചികിത്സകൾ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ ആ ഹോസ്പിറ്റലിൽ പോസ്റ്റ് ചെയ്തേക്കണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പൊതുവെ ഇദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടത്, ഈ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത് അല്ലെ. പുറത്തുനിന്ന് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ടൂറിസവുമായി മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് നമ്മളെ പോസ്റ്റ് ചെയ്തേക്കണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്. കാരണം ഓരോരോ സ്പെഷ്യാലിറ്റി വെച്ചിട്ടായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നോക്കാം, ഇത് ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, എന്തൊക്കെയാണ് ചിലപ്പോൾ ടെക്നോളജി വികസിപ്പിക്കാൻ എന്നുള്ള കണ്ടീഷനിൽ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും അത് മറ്റുള്ള സ്റ്റാഫിനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട റോളാണെങ്കിൽ അതൊരു വേറൊരു തലമാണ്. ദെൻ മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്, ഇതെല്ലാം ഓരോരോ സെപ്പറേറ്റ് ഗോളുകളാണ്, സെപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ സെപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സിനോട് വെച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഡ്യൂട്ടീസ് ആയിരിക്കണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള വ്യക്തി ചെയ്യേണ്ടി വരിക. ഓവറോൾ ഇത് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയറിന്റെ കാര്യമാണ് പ്രധാനമായിട്ടും എടുക്കുക. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസ് ഫോർ ദ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റീസ്, എല്ലാ ഓവറോൾ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റും പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഗോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Then to conduct inter hospital institution awards competition on different parameters to bring competitiveness for enhancing healthcare quality and training. നമുക്കറിയാം എപ്പോഴും നമ്മൾ പറഞ്ഞു അതായത് മീറ്റിംഗ് സംഘടിപ്പിക്കണം, നല്ല ട്രെയിനിങ് കൊടുക്കണം, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് ഇവര് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കോമ്പറ്റീഷൻ ആയിട്ടുള്ള മേഖലകളാണ് അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഹോസ്പിറ്റലുകൾക്ക് അതിൻ്റെതായ അല്ലെ. ചില ഹോസ്പിറ്റലിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ചില കാര്യങ്ങൾക്കാണ്. ഇപ്പൊ കണ്ണിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളുടെ നിയറസ്റ്റ് പ്ലേസ് ഇപ്പൊ അങ്കമാലിയാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും കണ്ണിന്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അത് കൈകാര്യം ചെയ്യില്ല. അപ്പൊ അവിടുത്തെ ഓരോ കോമ്പറ്റീഷൻ അനുസരിച്ചിട്ടുള്ള ഇതുകളെല്ലാം വരും. ദെൻ ഇന്റർ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡുകൾ, അതുമായി ബന്ധപ്പെട്ട അവാർഡുകളൊക്കെ ആയിരിക്കും അവരുടെ എയിം. അല്ലെങ്കിൽ അത് നിലനിർത്തണം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലില് ആ പേര് നിലനിർത്തണം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് ആയിരിക്കും. അപ്പൊ അതനുസരിച്ചുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം കൈകാര്യം ചെയ്യുക. Then to release and make a facility to the individuals who have made extraordinary and significant contribution in the field of health and hospital management in general and to the academy in particular. നമ്മൾ തന്നെ വീണ്ടും തന്നെ പറയുന്നത് അവർക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒരു
സംഭാവന ഹെൽത്ത് കെയറിലേക്ക് ആവശ്യമാണ്. ആർക്ക് ശരിക്കും പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർക്ക്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ജനറൽ ആൻഡ് അക്കാദമിക് ഇൻഡിപെൻഡന്റ് എന്തായാലും ജനറൽ ആയിട്ടും മൊത്തത്തില് ഹോസ്പിറ്റലിന് നല്ലൊരു പ്രാധാന്യം ഉറപ്പുവരുത്തുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നല്ലൊരു എബിലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആ ഹോസ്പിറ്റലിന് പേരുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു സിഗ്നിഫിക്കന്റ് റോളാണ് ശരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ നിന്ന് വ്യക്തി നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരുപാട് പോയിന്റ്സ് വന്നപ്പോ നിങ്ങൾക്കും ആകെ കൺഫ്യൂസ്ഡ് ആയോ? കുറെ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം കണക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തില് ഇതിന്റെ അവയർനെസ് എന്ന് പറയുന്നത് മൊത്തത്തില് ആ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്താന്നുള്ള ഒരു അവയർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലെ? ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത ഡ്യൂട്ടികളാണ് ഉള്ളത്. ഈ മൊത്തത്തിൽ ഈ ഡ്യൂട്ടീസ് അറിഞ്ഞിരിക്കേണ്ടത് ഹോസ്പിറ്റലില് മെയിൻ ആയിട്ട് ഫുള്ളി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാന്നുള്ള റോളാണ് നമുക്ക് ഡ്യൂട്ടിയെങ്കിലാണ് നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ടത്. അല്ല സെപ്പറേറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി എന്നുള്ളത്. അത് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുവേണ്ട വേണം. ഇത്തരത്തിലുള്ള എന്തെങ്കിലും തീരുമാനങ്ങളോ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഒബ്ജക്റ്റീവ്സ് ആണ് പഠിച്ചത്. എന്തൊരു സ്പീഡിലെടുത്തതായിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കുറെ പോയിന്റ്സ് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കിക്കാനായിട്ട്. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കണമെങ്കിൽ ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വായിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്തേരെ. എല്ലാവരുടെയും കയ്യിൽ PDF ഇല്ലേ? ഓക്കെ, ഞാൻ അടുത്ത് കുഴപ്പമില്ല മിസ്സേ. സ്പീഡ് കൂടുന്നുണ്ട്. ഇല്ല ടീച്ചർ. എനിക്ക് ഡൗട്ട് ചോദിക്കാനാണ് പൊതുവെ 10 മിനിറ്റ്, ലാസ്റ്റ് 10 മിനിറ്റ് പറയാം. നിങ്ങള് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കൂ. ഞാൻ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, എന്നാലല്ലേ എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുള്ളൂ. സാധാരണ ടീച്ചേഴ്സ് വായിപ്പിക്കാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഞാൻ പൊതുവെ വായിപ്പിക്കാറൊന്നുമില്ല. ഞാൻ എന്താന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ നിങ്ങൾ വായിച്ചു ചെയ്യുമ്പോഴേക്കും അത്രയും ടൈം നിങ്ങൾക്ക് തന്നെ വായിക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാന്നുള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞു തരേണ്ട ഭാഗമുണ്ടെങ്കിലൊന്ന് നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറയൂ. അല്ലെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക് കൂടെ ഇരിക്കാട്ടോ, സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി പോയത് മൊത്തത്തില് ഒരു സെയിം പോലെ തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലാവാവുന്ന കാര്യങ്ങളാണ് ഇത്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതായിരിക്കണം ലക്ഷ്യം. മെയിൻ ഹോസ്പിറ്റലിന്റെ ഇംപ്രൂവ്മെന്റ് അല്ലെ, എഫിഷ്യൻസി വളർത്തിക്കൊണ്ടുപോവുക, കാര്യക്ഷമമായിട്ട് വളർത്തിക്കൊണ്ടുവരിക, പേര് വളർത്തിയെടുക്കുക. നമ്മളെ ഒരു അപ്പോയിന്റ്മെന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള അവരാഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് അവരുടെ പ്രിൻസിപ്പിൾസും. അതിന്റെ
തത്വങ്ങളിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് തന്നെയാണ്, അവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളും അത് തന്നെയായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാം, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ഇതില് നമ്മള് എപ്പോഴും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു, അങ്ങനെ ചെയ്യുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവേ, ഒരു ഹെൽത്ത്, നമ്മളിപ്പോ മിക്കവാറും ഒരു ഹോസ്പിറ്റലൊക്കെ വന്നിട്ട് ഇപ്പോഴത്തെ സമയത്ത് ഈ സാഹചര്യത്തിൽ ഇത്രയും പേര് പനി ബാധിച്ചു മരിച്ചു, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് എന്താ പറയുക ജനിച്ചപ്പോ തന്നെ ഇങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെട്ടു, എന്തെങ്കിലുമൊക്കെ സർവേകളൊക്കെ നടത്തേണ്ട ഒരു ആവശ്യകതയൊക്കെ ചിലപ്പോഴൊക്കെ വരാം. അത് ചില സീസണിലായിരിക്കും, എപ്പോഴും ആയിരിക്കണം എന്നില്ല, ചില സീസൺ ബേസ് ആയിട്ടായിരിക്കും ഒരു സർവേക്ക് നമുക്ക് നടത്തേണ്ടതായിട്ട് വരിക. അപ്പൊ വലിയ വലിയ ഹോസ്പിറ്റൽ ആവുമ്പോൾ അവര് ഗവൺമെന്റ് ഒക്കെ നിർദ്ദേശിക്കും പിന്നെ എത്ര പേര്, ഇപ്പൊ നമ്മള് കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി അല്ലെ, ഇത്ര പേര് ഹോസ്പിറ്റലിൽ കോവിഡായിട്ട് അഡ്മിറ്റ് ചെയ്തു, ഇത്ര പേരെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കി, ഇത്ര പേര് അതുമായി ബന്ധപ്പെട്ട് മരിച്ചു എന്നൊക്കെ പറയാം അല്ലെ. ചിലപ്പോ ആ ഒരു ഇതിന്റെ ബേസിൽ ഓരോ ഹോസ്പിറ്റലിൽ വരുന്ന വ്യക്തികളുടെ ഈ അപ്പോയിന്റ്മെന്റിന്റെ ബേസിലാണ് നമ്മൾ ചിലപ്പോൾ പ്രോട്ടോകോൾസ് വരെ നമ്മൾ കണ്ടക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സർവേയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇത്, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. അതുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ്, അതൊരു ഇതാണ് നമ്മൾ പഠിപ്പിച്ച് വിടുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ കോഴ്സില് നമ്മൾ പഠിപ്പിച്ചു പോകുന്ന ഒരു മേഖലയാണിത്. ഞാൻ തുടങ്ങി വെക്കുന്നേ ഉള്ളൂ, നമുക്ക് കണ്ടിന്യൂഷൻ, അതായത് വീണ്ടും ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കാം. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ calculable characteristics of a population which researchers use as supporting evidence for explaining the health of a population. Normally, researchers will use a service methodology to collect information about a population samples, use statistics to generalize the information gathered to the total population, and then use the statistical analysis to make a statement about the health of the population. Health indicators are often used by government to guide healthcare policy or to make goals for improving population health. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോ അങ്ങനെ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് പഠിപ്പിച്ചു തരാം. അപ്പൊ നമ്മൾ പറഞ്ഞു, അതായത് മൊത്തത്തിൽ ഒരു നമ്മൾ പറയില്ലേ, ഇപ്പോ ജനസംഖ്യാ നിയന്ത്രണം അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോളിസീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഗവൺമെന്റിന് ഒരു ഗൈഡൻസ് വേണം അല്ലെ, അവർക്ക് ഒരു നല്ലൊരു ഇത് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കൊടുക്കണം. അപ്പൊ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരം നയങ്ങളെല്ലാം നല്ല നല്ല നയങ്ങൾ അവർക്ക് രൂപീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഈ ഒരു ഇതില് പറയുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് കാൽക്കുലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ, ജനങ്ങളുടെ പോപ്പുലേഷൻസ് എല്ലാം അവരനലൈസ് ചെയ്യുന്നത്. വിച്ച് റിസർച്ച് യൂസേഴ്സ് സപ്പോർട്ടിങ് എവിഡൻസ് അല്ലെ, ഇത്ര കുട്ടികൾ ഇവിടെ ജനിച്ചു, ഇത്ര കുട്ടികള് പെൺകുട്ടികളായിരുന്നു അല്ലെങ്കിൽ ആൺകുട്ടികളായിരുന്നു, സെപ്പറേഷൻ ഒക്കെ അതോട് കൂടിയിട്ടുള്ള വിത്ത് എവിഡൻസോട് കൂടിയിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം അവർ കൊടുക്കും. ദെൻ ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് പോപ്പുലേഷൻ, അതൊക്കെ ബന്ധപ്പെട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഇതൊക്കെ നമ്മൾ പറയില്ലേ ഡിസ്ചാർജ് ചെയ്ത് പോയ പേഷ്യൻസിനൊക്കെ നല്ല ആരോഗ്യവാന്മാരായിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് പോയത്, ഇങ്ങനെ രോഗം പിടിപെട്ടെങ്കിലും ഇവരെല്ലാം സുരക്ഷിതരാണ്, ഇവർക്കെല്ലാം നല്ല ആരോഗ്യമാണ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അത്തരത്തിലുള്ള എവിഡൻസ് എല്ലാം ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ലഭിക്കേണ്ടതായിട്ട് വരും. Then normally researchers will use a survey methodology to collect information about the population sample, use statistics to generalize the information gathered to the population. മൊത്തത്തിലുള്ള ജനങ്ങളുടെ അല്ലെ ജനസാന്ദ്രതയിൽ നിന്നും ആണ് ഇത്തരം കാര്യങ്ങളെല്ലാം കുറച്ച് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു റോളും കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാവും. And then the use of a statistical analysis to make a statement about the health of the population. അപ്പൊ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ആ ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. മൊത്തത്തിൽ ഈ എന്തെങ്കിലുമൊക്കെ ഹെൽത്തുമായ ഡിസീസസ്, ഇപ്പൊ ഈ ടൈമിൽ ഇന്ന രോഗങ്ങളൊക്കെ ബാധിക്കുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന് അതേ ആ ഒരു മേഖലയില് ട്രീറ്റ്മെന്റിന് പോകുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നേടാനേ സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക എന്നതും സർവേ ചെയ്യുന്നതൊക്കെ ഈ
ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ്സ് ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസീസ് ഓർ ടു മേക്ക് ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്. ജനങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള സർവീസ് ഒക്കെ നടത്തുന്നത്. അത് മൊത്തത്തിൽ ഈ സർവേയുടെ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പൊ അവിടെ ഒരു റോള് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്നിപ്പോ ഇത് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെന്ന ഇൻഫോർമേഷൻസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് എന്താ പറയുക അവർക്ക് അല്ലെ അവർക്ക് കൊടുക്കും. അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ചിലപ്പോ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിട്ട് വരും. ഇതിന് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതെല്ലാം കൂടി ഒന്നിച്ച് തരുന്നില്ല. നിങ്ങൾ എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക് സർവേ എന്ന് മനസ്സിലാക്കി എടുത്തേച്ചാൽ മതി. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ ഇൻഡിക്കേറ്റേഴ്സ് വിൽ ബി യൂസ്ഡ് ഇന്റർനാഷണലി ടു എക്സ്പ്ലെയിൻ ഓൾ ഗ്ലോബൽ ഹെൽത്ത് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ നമ്മൾ പറയില്ലേ HR ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ ഗ്ലോബലി നമ്മള് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ അവർക്കൊക്കെ ഫോർവേഡ് ചെയ്യേണ്ടി വരുമ്പോൾ വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതെല്ലാം അതിന്റെ പ്രത്യേകതകളായിട്ട് താഴെ പറയുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗാർഡഡ് യൂണിഫോംലി ഇന്റർനാഷണലി. അപ്പൊ അവര് പറയുന്നത് അതായത് ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കാരണം എന്നാൽ മാത്രമല്ലേ ഇന്ത്യയിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ യൂറോപ്പിൽ ഇങ്ങനെയാണ് എന്താ പറയുക മറ്റേ ഏഷ്യ മൊത്തത്തിൽ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇങ്ങനെയാണൊക്കെ നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക് സർവേ നടത്തണമെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഹെൽത്ത് ഇൻഡിക്കേറ്റർ വിച്ച് വിൽ ബി യൂസ്ഡ് ഇന്റർനാഷണലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിലുള്ള പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് മസ്റ്റ് എക്സ്പ്ലെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗാർഡഡ് ഇൻഫോർമലി ഇന്റർനാഷണലി. ഇറ്റ് മസ്റ്റ് ഹാവ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക വാല്യൂ ഉണ്ടായിരിക്കണം, വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി ഡാറ്റ വിച്ച് ക്യാൻ particularly be collected in a reasonable amount of time. ചിലപ്പോ ചില റീസണബിൾ ആയിട്ടുള്ള ടൈമിലാണെങ്കിൽ വേണ്ടി വരിക എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോ അവര് ആവശ്യപ്പെടുന്ന ഡാറ്റകൾ പർട്ടിക്കുലർലി ഒരു പ്രത്യേക സമയത്ത് മാത്രം കളക്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുള്ളൂ. ദ അനാലിസിസ് ഓഫ് ദ ഡാറ്റ മസ്റ്റ് റിസൾട്ട് ഇൻ എ റെക്കമെൻഡേഷൻ ഓൺ വിച്ച് പീപ്പിൾ ക്യാൻ മേക്ക് എ ചേഞ്ച് ടു ഇംപ്രൂവ് ഹെൽത്ത്. അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നത്. ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോ ഈ ഒരു ടോപ്പിക് ജസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഇതിന് മുന്നുള്ളത് വരെയാണ് ഞാൻ നന്നായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ടത്. ഇത് പഠിച്ചു വെക്കാം. അതായത് ഹൗ ടു ബിക്കം എ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ. നെക്സ്റ്റ് നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾസ് നോക്കി, അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി. അതിനകത്തത് പറഞ്ഞു വെച്ചേ ഉള്ളൂ. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണോ? നിങ്ങള് ക്ലാസ്സിൽ ഇരുന്നിട്ട് ബോറായി തീർന്നോ? എന്തെങ്കിലുമൊക്കെ ക്യാച്ച് ചെയ്തോ? Okay, miss. Thank you.